ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലതികയും ലംബോദരനും തൻ്റെ കീഴിലാക്കാനുള്ള ആ ഒരു പരിപാടി വിനയൻ നടത്തുകയാണ് കേട്ടോ. അങ്ങനെ ലതികയും ലംബോദരനും പറയണേ, എന്നാൽ ഈ അനന്തമാഷിൻ്റെ മക്കൾ ഇത്ര വളരെ മോശമായിരുന്നു. അനന്തമാഷിൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ മക്കൾ നല്ല തൻ്റെടികളാണ്, മക്കൾ പാവങ്ങളാണ് എന്നുള്ള ആ വാക്കൊക്കെ ഉണ്ട്, നന്മമരമാണ് എന്ന പറച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ അനന്തമാഷിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ പറയുമ്പോൾ അനന്തമാഷിൻ്റെ പേരും പറഞ്ഞ് മക്കൾ ചെയ്യുന്ന കൊള്ളരുതായ്മയൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഇത് മാത്രമല്ല അമ്മേ, ഈ ദയ എന്ന് പറയുന്നവൾ നന്ദുവുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, എന്നാൽ അതൊന്നല്ല സത്യം. ഈ ദയ എന്ന് പറയുന്നവൾ നന്ദുവിനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പിന്നീട് അവൻ്റെ കൂടെ ആദ്യ രാത്രി ആഘോഷിക്കാൻ ബെഡ്റൂം വരെ എത്തിയവളാണ് ഈ നന്ദുവുമായി ബെഡ്റൂം വരെ എത്തിയിട്ടുണ്ട് ഈ ദയ. പിന്നീട് അവിടുന്ന് അങ്ങ് എന്തെങ്കിലും ഉണ്ടായോ എന്തോന്നെന്നോ എനിക്കറിയില്ല. അങ്ങനെ ചരിത്രവുമുണ്ട്. എന്നാൽ മൂന്നാമത്തവളായ ചീരു എന്ന് പറയുന്നവൾ ഇതുപോലെ തന്നെയാണ്. സത്യനുമായ ഒരുപാട് കറങ്ങി നടന്നവളാണ് ഈ ചീരു എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞ ഇവിടെ അനന്തമാഷിൻ്റെ 2 പെമ്മക്കൾ അഴിഞ്ഞാടി നടന്നിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത്തവളുടെ കാര്യം പറയാനില്ല. ഇപ്പോൾ കോളേജിലൊക്കെ പാട്ടായിരിക്കുന്നു. ഒരു അർജുനുമായി ബൈക്കിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നും ഇപ്പോൾ മഞ്ചാടി എന്ന് പറയുന്നവൾ വേറെ എന്തൊക്കെ കൂട്ടുകെട്ടിലുണ്ടെന്നും എന്നൊക്കെ പറയുന്നു. ആദ്യം ഈ പറയുന്ന ജീവരാജിനെയാണ്, പാവപ്പെട്ട ചെക്കനെ അങ്ങ് ജയിലിനുള്ളിൽ കയറ്റിയതിന് ശേഷം ഇപ്പോൾ വേറൊരുത്തിനെ പിടിച്ചിട്ടുണ്ട്. ഈശ്വര, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്. അനന്തമാഷിൻ്റെ മക്കളെല്ലാം നല്ല മക്കളാണെന്ന് കരുതിയിട്ട് എല്ലാവരും അവരുടെ മക്കളെ കിട്ടാൻ വേണ്ടി നടക്കുമ്പോൾ ഇവിടെ അനന്തമാഷിന് ഇത്രയും മക്കൾക്ക് ഇത്രയും ചീത്ത പ്രവർത്തികളൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. വെറുതെയല്ല അനന്തമാഷ് നാട് വിട്ടുപോയത് എന്നിങ്ങനെ ലതിക പറയുമ്പോൾ അമ്മേ, അതുകൊണ്ട് തന്നെയാണ് നാട് വിട്ടുപോയത്. അതുകൊണ്ട് എനിക്ക് എൻ്റെയും കഷ്ടകാലം എന്നൊക്കെ ഇങ്ങനെ പറയണം. അതുപോലെ ഒരു കഷ്ടകാലം ഇവിടെ ശബരിക്കും ഉണ്ടായിരിക്കുന്നു. അത്ര തന്നെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞത് കൊണ്ടാണല്ലോ നോമിനിയായി അവൾക്ക് 20 ലക്ഷം രൂപ വന്നിരിക്കുന്നു. അയ്യോ, എനിക്ക് കേൾക്കാനേ വയ്യ എന്നൊക്കെ ലതിക പറയുന്നു. അങ്ങനെ ലതികയും ലംബോദരനും വിനയൻ്റെ കൈക്കുള്ളിലായി എന്ന ആ ഒരു ആത്മധൈര്യം വിനയന് വന്നു തുടങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ദയ ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. രാത്രിയായി. അപ്പുറത്ത് അമ്പിളിയും രഘുവും കൂടി ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ആ സത്യം ദയക്ക് അറിയില്ല. അപ്പോൾ ദയ ആണെങ്കിലോ ശബരിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓർക്കുന്നത്. തനിക്ക് താൻ വരച്ചതുപോലെ വരുന്നില്ലല്ലോ, തൻ്റെ പരിധിക്കുള്ളിൽ ശബരി വരുന്നില്ലല്ലോ, അതിന് ഇനിയിപ്പോൾ എന്താ മാർഗം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ദയ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഒരു നിഴലടയാളം അങ്ങനെ കാണുന്ന കേട്ടോ. ആ നിഴൽ കാണുമ്പോൾ ദയ പെട്ടെന്ന് അത് ആരാ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ദയക്കുണ്ട്. മുറ്റത്ത് വന്ന് നിൽക്കല്ലേ, തമ്പായി ഒരു പ്രാവശ്യം പിറകിൽ വന്ന് നിന്ന ആ ഒരു ഇത് ദയയുടെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ തമ്പായിയുടെ ഒപ്പം നിൽക്കുന്ന ലീല ഒരുപാട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തമ്പായും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ പല പ്രേതപിശാചുകൾ പൈശാചികം ഉണ്ട്, അതുകൊണ്ട് തന്നെ കാവില് വരണം തൊഴണം എന്നൊക്കെ പറഞ്ഞതും ഉണ്ട് കേട്ടോ. അപ്പോൾ ദയയുടെ ഉള്ളിൽ അതാരാ എന്നല്ലേ ചോദിച്ചത്, എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ എന്ന് ദയ ഉച്ചത്തിൽ ചോദിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് എത്തുന്നത് ആരാണെന്ന് കണ്ടാലെല്ലാവരും ഞെട്ടിപ്പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ. അന്ന് എത്തുന്നത് നന്ദു തന്നെയാണ് കേട്ടോ. മരിച്ച നന്ദു കാണാ ദയയുടെ മുന്നിലോട്ട് വരുന്ന കേട്ടോ. നന്ദുവിനെ കണ്ട ദയ അയ്യോ എന്ന് പറയണ കേട്ടോ. അങ്ങനെ പിന്നെയും നന്ദു ഇങ്ങനെ മുന്നിലോട്ട് വരാമെന്ന് കാണുമ്പോൾ ചേച്ചി അനുചേച്ചി ചീരി ചേച്ചി എന്ന് പറഞ്ഞ് ദയ ഓടി നിലവിളിച്ച് പുറത്തോട്ട് ഓടി വരികയാണ് കേട്ടോ. ഇതേ സമയം ദയയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് അറിയാതെ അവർ ഓടി എത്തുകയാണ്. എന്താ ദയ മുറ്റത്ത് എന്ന് പറയണം കേട്ടോ. എന്താണ് നീ പറയുന്നത്, ഒന്ന് വ്യക്തമായി പറ. അവനെ ഞാൻ കണ്ടു. ആരെ കണ്ടു, എന്ത് കണ്ടു എന്നാ നീ പറയുന്നത്? അവൻ മരിച്ച നന്ദു, എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കാനേട്ടാ. അപ്പോഴേക്കും മുറ്റത്തോട്ട് ഓടിച്ചെല്ലാണ് ഇങ്ങനെ ദയ പറഞ്ഞത് കേട്ടിട്ട് ഇവർ ചിരുവും അനുപമയും കൂടി ഓടിച്ചെല്ലുമ്പോൾ മുറ്റത്ത് ആരെയും കാണുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ ആകെ നിലവിളിക്കാണ്. അങ്ങനെ ദയ ഞാൻ കണ്ടു ചേച്ചി, ഞാൻ കണ്ടു എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഇവരുടെ നിലവിളിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ലീല അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ഇവിടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുകയാണ് വേലക്കാരി ലീല. അപ്പോൾ ഉടൻ തന്നെ ഇവൾ ആരൊക്കെ കണ്ടു എന്നാ, മരിച്ച ഒരാളെ ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ ലീല പറയണേ, ഇത് തമ്പായെ എങ്ങനെയെങ്കിലും അറിയിക്കണം. ഇവിടെ മരിച്ചവരുടെ ആത്മാക്കളൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്, മാത്രമല്ല ഇവിടെ പല ഇതും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ദയക്ക് ഇങ്ങനെ പേടിയാവാണ്. എന്നാൽ ചേരുവൻ അനുഭവമൊക്കെ ആ പേടിയില്ല, മഞ്ചാടിക്കുള്ളിലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം തമ്പായെ വിളിച്ചു വരുത്താം എന്ന് പറഞ്ഞിട്ട് തമ്പായെ വിളിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും തമ്പായി വീട്ടിലെത്താണ് കേട്ടോ.
അപ്പോൾ തമ്പായി ആണെങ്കിലോ ഉമ്മറത്ത് ഇങ്ങനെ നിൽക്കാണ്. എന്താ എന്താ ഇവിടെ കണ്ട്, ആരെ കണ്ടു, എന്ത് കണ്ടു എന്നാ പറയുന്നത്? അത് മരിച്ച ഒരു വ്യക്തിയെ കണ്ടു, ഒരു നന്ദു എന്ന് പറയുന്ന ആളാണ്, അവരെ ഇവിടെ കണ്ടു എന്ന് പറയും. ഇനി ഉടൻ തന്നെ അതെ, അങ്ങനെ ഒരു ആത്മാവ് ഇവിടെയില്ല. ഇനിയിപ്പോൾ ഗതി കിട്ടാതെ ആത്മാവിന് മോക്ഷം കിട്ടാതെ കറങ്ങിത്തിരിക്കുന്ന ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നതാണെന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സംബന്ധമായ ആരെങ്കിലും ആണോ എന്നും എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ ഇവിടെ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. കാരണം നിങ്ങൾ വന്നതിന് ശേഷം കാവിലൊന്ന് പോവുകയോ തൊഴുകയോ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ അനുപമ പറയാണ്, അത് അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നതിന് ശേഷം ആവാ എന്ന് പറയട്ടോ. എന്നാൽ ദയ ആണെങ്കിൽ ആകെ പേടിച്ച് വിറയ്ക്കാണ്. ദയയുടെ അഹങ്കാരത്തിൻ്റെ ആ കൊമ്പ് ഒടിഞ്ഞു തുടങ്ങിയാണ്. ദയ ആകെ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഈ ഒരു നന്ദുവിനെ കാണുമ്പോൾ തന്നെ ദയ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദയ, എനിക്ക് പേടിയാണ് ആ റൂമിൽ കിടക്കാൻ, എനിക്ക് അനുചേച്ചിയുടെയും ചേച്ചിയുടെയും കൂടെ കിടക്കണം, എനിക്ക് പേടിയാവുന്നു രഘുവേട്ടനെ വിളിച്ചു വരുത്തണം എന്നുള്ള വാക്കുകളൊക്കെ ആയി കേട്ടോ. അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴേക്കും രഘു അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇതേ സമയം ദയ വാതിൽ തുറക്കണ്ട ഇത് അവനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദയ ഇങ്ങനെ നിലവിളിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദയ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച രഘുവേട്ടനെയും അമ്പിളി ചേച്ചിയായിരിക്കും. അമ്പിളി ചേച്ചിയും രഘുവേട്ടനെയും കാണുമ്പോൾ ദയക്ക് ഒത്തിരി സന്തോഷമാവണം. അങ്ങനെ ദയ ചാടിത്തുള്ളിയും കൊണ്ടിട്ട് രഘുവേട്ടൻ ഞാൻ അവനെ കണ്ടു. അപ്പോഴേക്കും അമ്പിളി ചേച്ചി, ഞാൻ അവനെ കണ്ടു, എനിക്ക് പേടിയാവുന്നു. എന്താടി നീ പറയുന്നത്? ആരെ കണ്ടു, എവിടെ കണ്ടു എന്നാ നീ പറയുന്നത്? അതെ, ഇവിടെ ഞാൻ ആ നന്ദുവിനെ കണ്ടു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി അങ്ങ് ഞെട്ടിപ്പോവാണ്. പിച്ചും പഴയും പറയാതെ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ അവനെ നീ ഇവിടെ കാണുക, എന്താ നീ പറയുന്നത് എന്ന് രഘു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനുപമയും ചീരും പറയും, ഇവൾ ആരെ കണ്ടു എന്ന് പറയുന്നു. പിന്നീട് തമ്പായി ഇവിടെ വന്നു, തമ്പായി വന്നിട്ട് ഓരോന്ന് പറഞ്ഞു പോയി എന്ന് പറയണ്ട. എന്നാൽ ഈ സമയം തമ്പായി ആണെങ്കിലോ ഇവരിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം ആ വീടിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ പുറത്തോട്ട് ഇറങ്ങുന്ന, അവിടെ നിന്നിട്ട് വടിയും പിടിച്ച് കുത്തിയിട്ട് തമ്പായി ഇങ്ങനെ കഴിഞ്ഞ സീനോ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് ലീല ആ ഫോട്ടോ കീറിയിട്ടത് എടുക്കുന്നുണ്ടല്ലോ, ഒരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ ഫോട്ടോ തമ്പായിയുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് തമ്പായി അത് ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം തമ്പായി ഈ ഒരു ഫോട്ടോയിലുള്ള വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കി തൻ്റെ ഉപാസനാമൂർത്തികളോട് ആവശ്യപ്പെട്ടത് പ്രകാരം ആ ഒരു രൂപത്തിൽ തമ്പായി പറഞ്ഞു വിട്ട ആളാണ് ഈ നന്ദു കേട്ടോ. യഥാർത്ഥ ആളൊന്നല്ല നന്ദു. അപ്പോൾ എന്തായാലും ദയെ പേടിപ്പെടുത്താൻ തമ്പായി തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ശബരിയേട്ടൻ്റെ വീടിനേക്കാളും പഞ്ചരത്നത്തിനേക്കാളും ഒക്കെ എനിക്ക് ഇഷ്ടം ഈ വീടാണെന്ന് പറഞ്ഞ ദയ ഇനിക്ക് ശബരിയേട്ടൻ്റെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ പഞ്ചരത്നത്തിലോട്ടോ പോയാൽ മതി എന്നുള്ള പറച്ചിൽ ദയയെ കൊണ്ട് തന്നെ തമ്പായി പറയിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ ദയ വെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇവിടെ ശബരിയുടെ കൂടെ പോകുന്ന ആ കിടുക്കൻ സീന് പടുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പുറത്ത് വിനയൻ്റെ മുഖംമൂടി എന്നേക്കുമായി അഴിഞ്ഞു വീഴാണ്. ചിരി പറഞ്ഞതുപോലെ തന്നെ അവൻ ഏത് വഴിയും തിരഞ്ഞെടുക്കും എന്നെ കിട്ടാൻ വേണ്ടി. എന്നെ കയ്യിൽ കിട്ടിയ അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വീഴുമെന്ന് പറഞ്ഞ ആ സത്യം ഇനി മനസ്സിലാക്കാണ്. രഘുവും ദാസും കൂടി ഇതിൻ്റെ പിറകിൽ കളിച്ചവൻ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ഇതിൻ്റെ പിറകിൽ കളിച്ചത് വിനയനാണെന്ന് തന്നെ സത്യം പുറത്തു വരാനായിട്ടോ. പോസ്റ്റ്മാൻ വെച്ച് കളിച്ചതാണെന്നുള്ള ആ സത്യമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രൊമോ അടിപൊളിയാണ്.